കിട്ടേണ്ടതൊക്കെ കിട്ടുക, മേടിക്കേണ്ടതൊക്കെ മേടിക്കുക, ആ ഒരു രീതിയായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അമരട്ടം വിളിച്ചപ്പോൾ എനിക്കൊന്നും വേറെ നോ പറയാൻ പോലും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് ആഗ്രഹമുള്ള ഫീൽഡിൽ നമ്മൾ പ്ലേസ് ചെയ്യണം കാര്യങ്ങൾ, പക്ഷേ അതിന് വേണ്ടി ഈ പറയുന്ന പോലെ മറ്റുള്ളവർ തള്ളി മാറ്റിയിട്ട് ഒന്നി കയറി ഫ്രണ്ടിൽ നിൽക്കേണ്ട പരിപാടിയില്ല. ശ്യാമേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞാൽ എനിക്ക് മാത്രം അപ്പോൾ അവന് കൊടുക്കുക പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിടിച്ചതാണ്. അതിനകത്തൊന്നും വലിയ കാര്യമില്ല, ഞാൻ കൊന്നിട്ടില്ല, ഞാൻ ചവിട്ടുന്നില്ലേ ഉള്ളൂ, ഞാൻ ഇതിനകത്ത് ട്യൂബ് ചെയ്തിട്ട് എന്ത് കാര്യം, ആള് വീഴുന്ന ആളല്ലേ നോക്കണ്ടേ. ഞാൻ ആദ്യം ചെയ്തതാണ് മമ്മൂക്കാനോട് ഈ പട്ടണത്തിൽ പോയി. ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു വലിയ സിനിമയുടെ കാസ്റ്റ് പ്രൊഡക്ഷൻ സൈഡ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ഡാൻസ് ആണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മുടെ ഡാൻസ് ഓഡിയൻസ് കുറച്ചൊക്കെ അക്സെപ്റ്റ് ചെയ്തതാണ്. ഇവിടെ ഞാൻ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ള ജഡ്ജ്മെന്റ് സൈഡിൽ ആ ഒരു സ്റ്റേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബാലതാരമായി സിനിമയിൽ തുടങ്ങി, പിന്നെ ഡാൻസറായി, കൊറിയോഗ്രാഫറായി, ഇപ്പം ഓഫീസ് ഓൺ ഡ്യൂട്ടി എന്ന സിനിമയിലൂടെ കരിയറിന്റെ മറ്റൊരു ഫേസിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന റംസാനാണ് നമ്മളെ കൂടെ ഉള്ളത്. റംസാൻ, സ്വാഗതം. താങ്ക് യു. ഓക്കെ, ഇപ്പം ഓഫീസ് ഓൺ ഡ്യൂട്ടിയാണ് ഇപ്പോൾ ഫസ്റ്റ് ഉള്ളത്. അപ്പം ഈ ചാക്കോച്ചൻ്റെ ചെറുപ്പകാലം ഈ ഡോക്ടർ ലെവലും 3 കിങ്സിലൊക്കെ അഭിനയിച്ചിട്ട് ഇപ്പോൾ പുള്ളിയുടെ കൂടെ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുമ്പോഴുള്ളൊരു എന്താണ് ആ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ പറയാനുള്ളത്? എനിക്ക് സന്തോഷമാണ്. ഞാൻ ഇന്നലെയും കുറേ ഇൻ്റർവ്യൂസ് കൊടുത്തപ്പോൾ എനിക്ക് എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് പോലും എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം ചെറുപ്പകാലത്ത് നമ്മളെല്ലാവരും ഈ ടി വിയിൽ ചാക്കോച്ചൻ്റെ പല പാട്ടുകളും ഡാൻസുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഡാൻസ് ഫീൽഡിലൊക്കെ ഇറങ്ങിയപ്പോഴും മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു ആക്ടർ ചാക്കോച്ചനാണ്. സോ പുള്ളിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ആസ്പയർ ചെയ്ത് വളർന്ന എനിക്ക് ഇപ്പോൾ ഒരു ഫിലിമിൻ്റെ ഭാഗമായിട്ട് ഒരുമിച്ച് പ്രൊമോഷൻ ചെയ്യുമ്പോൾ വെരി പ്രൗഡ്, ഹാപ്പി. ഓക്കെ, ഇപ്പം ഈ സിനിമയിൽ ഒരു ഗ്രേ ഷെയ്ഡാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ ഇത്രയും കാലത്തൊരിതിൽ മീൻസ് ബാലതാരമല്ലാതെ ഈ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അപ്പോൾ ഒരു ഡാൻസർ അല്ലെങ്കിൽ ഡാൻസിങ്ങിൻ്റെ ഒരു ഫേസ് എപ്പോഴും ഒരു ക്യാരക്ടറിലുണ്ടായിരുന്നു. ഇപ്പം ഈ ഓഫീസ് ഓൺ ഡ്യൂട്ടിയിലൂടെയാണ് അതൊന്ന് മാറി ഒരു ഗ്രേ ഷെയ്ഡ്. എനിക്ക് തോന്നുന്നു ഡാൻസിൻ്റെ ഒരു എലമെൻറ്റും അതിലില്ല എന്ന് തോന്നുന്നു. അപ്പം അതിലേക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടും എന്നൊരു പേടി ഉണ്ടായിരുന്നു ഈ ഡാൻസിൻ്റെ സാധനങ്ങളിലേക്കൊക്കെ? ഇല്ല, പേടി ഉണ്ടായിരുന്നില്ല. എനിക്ക് ഞാനൊരു റിയാലിറ്റി ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇനി പടങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഡാൻസിനെ ബേസ് ചെയ്തിട്ടൊരു ക്യാരക്ടർ ചെയ്യരുതെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് എന്നെ അമലേട്ടൻ ഭീഷ്മപർവ്വതത്തിൽ കാസ്റ്റ് ചെയ്യുന്നത്. സോ അമലേട്ടൻ വിളിച്ചപ്പോൾ എനിക്കൊന്നും വേറെ എന്താ പറയുക നോ പറയാൻ പോലും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ അതങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ റൈഫിൾ ക്ലബ്ബ് ആണെങ്കിലും അതിൽ ഞാൻ കൂടുതലും നോക്കിയത് ഓക്കെ പെർഫോമൻസ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് അതിനകത്ത് കുറച്ചും കൂടി ഒരു ക്യാരക്ടർ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറിൻ്റെ പരിപാടി അതിനകത്തുള്ള കാരണം ഞാൻ ഓക്കെ ആയിരുന്നു. കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് ചെയ്തപ്പോൾ. പക്ഷേ ഒരു ഡാൻസിൻ്റെ സൈഡുകളുള്ള കാരണം അത് നമുക്ക് സേഫാണ്, നമുക്കത് നമ്മുടെ മാക്സിമം കൊടുക്കാൻ പറ്റും, നമുക്ക് അതിനകത്ത് കുറച്ചൊക്കെ അറിയാം. അപ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മളെ ഓഡിയൻസ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ക്യാമറയിൽ കറക്റ്റ് ആണോന്നോ അങ്ങനെയുള്ള കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ പടം ചെയ്യുന്നത്. ഈ പടത്തിൽ എന്നെ വിളിച്ചിട്ട് ഓഡിഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ പരിപാടി എന്ന് വെച്ചാൽ ഡാൻസും പരിപാടിയൊന്നും അല്ല, പ്യുവർ ക്യാരക്ടർ ബേസ്ഡ് പരിപാടിയാണ്. അതാണ് ഞാനും കുറച്ചാളായിട്ട് തപ്പിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് വളരെ സർപ്രൈസിങ് ആയിരുന്നു എനിക്ക്. കാരണം ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ടീം ഒരു ക്യാരക്ടർ, അതും ഈ സിനിമയിൽ കുറേ ടേണിംഗ് പോയിന്റ്സ് ഉണ്ട്. സോ അതിൻ്റെ അകത്ത് ഒരു മെയിൻ ടേണിംഗ് പോയിന്റിൽ വരുന്ന ഒരു കഥാപാത്രമാണ് എൻ്റെ. അപ്പോൾ അത് എന്നിലേക്ക് ഏൽപ്പിക്കുക, ഒരു ഡാൻസറാണെന്ന് തന്നെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് അവർക്കും ചിലപ്പോൾ ടെൻഷൻ വരുന്നൊരു കാര്യമായിരിക്കാം. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിപ്പോയി പടത്തിൻ്റെ ഫൈനൽ സ്റ്റേജിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ റിലീസും കൂടി ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരിക്കലും എനിക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുമെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കാസ്റ്റിംഗ് അവിടെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്കും ആഗ്രഹം ഓരോ ക്യാരക്ടർ പരിപാടികൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഒരിക്കലും ഒരു ഡാൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പരിപാടി പുൾ ഓഫ് ചെയ്ത് മുന്നോട്ട് സിനിമയിൽ ഇപ്പോൾ കൊണ്ടുപോകണമെന്നില്ല. കൊണ്ടുപോകും, ഓഫ് കോഴ്സ് അതിൻ്റെ എലമെൻറ്റ് നമ്മൾ ഈ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും അതിൻ്റെ നല്ലൊരു എലമെൻറ്റ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ക്യാരക്ടേഴ്സ് എക്സ്പെരിമെൻ്റൽ പരിപാടിയിലാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം റംസാൻ എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് തന്നെയാണ്. അപ്പം ഈ ഡാൻസിലൂടെ മാത്രം ഈ സിനിമകൾ ഡാൻസ് ബേസ്ഡ് സിനിമകൾ വരുമ്പോൾ പോലും ഓഡീഷൻസ് വഴിയാണ് എല്ലാം കിട്ടിയിട്ടുള്ളത്. ഒന്നും അങ്ങനെ ഒരു രീതിയിലും അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദർ രീതിയിലൊന്നും വന്നല്ല, സാധാരണ ഓഡീഷൻ വഴി ഇങ്ങനെ തന്നെ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ റൈഫിൾ ക്ലബ്ബിൽ ഒരു ഫൈറ്റ് ഒക്കെ എന്ന് പറയുമ്പം എങ്ങനെയായിരുന്നു അത് നമ്മൾ പണ്ടെപ്പോഴെങ്കിലും ചെയ്ത് വെച്ച എൻ്റെ ഗുണം എപ്പോഴെങ്കിലും കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ അതുപോലെയായിരുന്നു ഞാൻ ഈ എൻ്റെ ഡാൻസ് പ്രാക്ടീസിൻ്റെ കൂടെ കുറച്ച് ആക്രോബാറ്റിക്സ്, ഫ്ലിപ്സ്, കിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അത് ഒരു 2014-15 സമയത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഫൈറ്റ് സീക്വൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിനകത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല.
അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ പെർഫെക്ഷൻ കിട്ടോ ഇല്ല അങ്ങനെയുള്ള പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കത് ഈസി ആയിരുന്നു കുറച്ചുകൂടി. അപ്പം എനിക്ക് കുറച്ചുകൂടി പാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുന്നിൽ ഞാൻ ഇത്രയും നാളും കണ്ട് ഇത്രയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത ആക്ടേഴ്സിൻ്റെ കൂടെ ഞാൻ പെർഫോം ചെയ്യുമ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം. സോ അത് പിന്നീട് മാറി. പക്ഷെ ഈ പറഞ്ഞ പോലെ ഫൈറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഓൾറെഡി വലിയ കുഴപ്പമില്ലാത്ത പരിപാടിയാണ്. എന്നാലും അയാളെ ചവിട്ടിയിട്ട് കൊല്ലുന്ന സമയത്ത് അതൊക്കെ റംസാൻ തന്നെ എങ്ങനെയായിരുന്നു? ഞാൻ കൊന്നിട്ടില്ല. ചവിട്ടിയിട്ടത് ഒരാളെ ചവിട്ടി ഇടുന്ന സമയത്തുള്ള ആ ഒരു ഇതില്ലേ, അത് റംസാൻ തന്നെയായിരുന്നു? നമുക്ക് ഗ്രൂപ്പ് ആരും വെച്ച് ചെയ്തല്ല, ഞാൻ ചവിട്ടുന്നില്ലുള്ളൂ. ഞാൻ ഇതിനകത്ത് ഗ്രൂപ്പ് ചെയ്തിട്ട് എന്ത് കാര്യം? ആള് വീഴുന്ന ആളല്ലേ നോക്കണ്ടേ. അപ്പോൾ ബേസിക്കലി ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഒരു ഫൈറ്റ് സീക്വൻസ് അല്ലെങ്കിൽ ഫിസിക്കലി നമുക്ക് എഫേർട്ട് ഇടേണ്ട ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ മറ്റൊരാളെ ഉപദ്രവിക്കരുത്. അതിപ്പോൾ ഞാൻ ചവിട്ടുന്നത് താങ്കൾക്ക് ആക്ടിങ്ങിൽ വേദനിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേര് ആക്ടിങ് അല്ലല്ലോ. സോ ഇറ്റ്സ് അങ്ങനെ നോക്കുമ്പോൾ ആരും ഉപദ്രവിക്കരുതെന്നുണ്ട്. സോ അങ്ങനെ നോക്കിയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ എനിക്കറിയാം ഒരു റിയലിസ്റ്റിക് മൂവി വരുമ്പോൾ ചിലപ്പോൾ 2 തല്ലും ചവിട്ടൊക്കെ കിട്ടേണ്ടി വരും. ഇതിനകത്തും കിട്ടിയിട്ടുണ്ട്. ആണോ? ഇതിനകത്ത് കിട്ടിയപ്പോൾ എങ്ങനെയായിരുന്നു? നല്ലതായിരുന്നു. അല്ല, ഇതിൽ ആക്ച്വലി കുറച്ച് റോ ആയിട്ട് കാണിക്കേണ്ട പരിപാടീസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ചീറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇവിടെ തല്ലുമ്പോൾ ബാക്ക് ഷോട്ട് വെക്കുക അങ്ങനെയുള്ളതൊക്കെ പണ്ടത്തെ ഒരു സിനിമയുടെ ഒരു ട്രീറ്റ്മെന്റ് ആണല്ലോ. അതിന് പകരം കിട്ടേണ്ടതൊക്കെ കിട്ടുക, മേടിക്കേണ്ടതൊക്കെ മേടിക്കുക, ആ ഒരു രീതിയായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. സോ അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കും. ഇത് നമ്മൾ ഈ പരിപാടിക്ക് വേണ്ടി നിൽക്കുന്ന കാരണം നമുക്ക് കിട്ടുന്ന പരിപാടീസാണ്. ഇപ്പം റൈഫിൾ ക്ലബ് തന്നെ പറയട്ടെ, ആ സിനിമയിലെ മെയിൻ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങൾ രണ്ടുപേരുമാണ്. ആ ഒരു സ്ലാങ്ങും അതുപോലെ അതൊക്കെ എങ്ങനെയായിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു കാസർഗോഡ് കുറച്ച് മലബാർ ഏരിയയിലെ കാസർഗോഡ് സ്ലാങ് ആയിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു? അതും കഴിഞ്ഞ് കുറച്ചും കൂടി പോകുമ്പോഴാണ് ഈ ഒരു പല സ്ഥലത്തുനിന്ന് ചെറിയ ചെറിയ മിക്സ്ഡ് ആയിട്ടുള്ള വേർഡ്സ് അവർ യൂസ് ചെയ്യും. സോ അത് സുരഭി ഉണ്ടായിരുന്നു. സുരഭിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പൊ അവൻ ഈ ഭാഗത്തുനിന്ന് വന്നതാ. അപ്പൊ നമ്മൾ ഡയലോഗ് എഴുതിയിട്ട് ഞാൻ പറയാ നീ ഇതൊന്ന് പറയും ഇങ്ങനെ നോക്കട്ടെ പറയും. അപ്പൊ അവനിങ്ങനെ അവന്റെ ഭാഷയിൽ പറയും. പിന്നെ അത് കുറച്ചും കൂടി ഒരു പഴയ രീതിയിലേക്ക് ആക്കി അങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുത്തത്. ഒരു 40 ദിവസത്തെ ഷൂട്ട് ആയിരുന്നു റൈഫിൾ ക്ലബിന്റെ ഉണ്ടായിരുന്നത്. ഇതിപ്പോ എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് മറ്റു കാര്യങ്ങളൊക്കെ? എനിക്ക് ബ്രേക്ക് ഇട്ടുള്ള സ്കെഡ്യൂൾസ് ആയിരുന്നു. അത് ഞാൻ ഒരുപാട് ദിവസങ്ങളൊന്നും ഇതിനു വേണ്ടി ഷൂട്ടിന് പോയിട്ടില്ല. എനിക്ക് കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബ്രേക്ക് ഇട്ടിട്ട് ഒരു 4 days 3 days 5 days അങ്ങനെയായിരുന്നു. അപ്പോൾ ആഷിക് അബുവിന്റെ യൂണിവേഴ്സിൽ കുറച്ചു കാലം നിന്നപ്പം കിട്ടിയ അത്ര തന്നെ എക്സ്പീരിയൻസ് ഇതിലും ഉണ്ടായിരുന്നു. അയ്യോ, ഓരോ ഫിലിമും നമുക്ക് ഓരോ ബുക്കാണ്. അത് ആഷിഖേട്ടന്റെ മേക്കിംഗ് ആയാലും അതിനകത്ത് ശ്യാമേട്ടന്റെ സ്ക്രിപ്റ്റിന്റെ രീതിയാണെങ്കിലും ഇവർ പോർട്രേ ചെയ്യുന്നതാണെങ്കിലും അപ്പം അത് ഡെലിവറി ചെയ്തെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഷൂട്ടിന്റെ സമയത്തുള്ള അവരുടെ പ്രോസസ്സ് അത് കണ്ടിരിക്കാൻ ഞാൻ ഷൂട്ടില്ലാത്ത ദിവസം അവിടെ പോയിരിക്കും. ഞാൻ അവരുടെ ഷൂട്ട് കാണും, ആക്ടേഴ്സിന്റെ ആക്ടിങ് കാണും. ഇതൊക്കെ നമുക്കൊരു ക്ലാസ്, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇങ്ങോട്ട് പൈസ തന്ന് കിട്ടുന്ന ക്ലാസ്സാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. പിന്നെ അതിൽ ഒരുപാട് കാസ്റ്റിംഗ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ ബസ്സിൽ ചുമ്മാ ഒന്ന് കയറി ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചൊക്കെ വണ്ടി മുന്നോട്ട് പൊക്കോളും. അത് അങ്ങനത്തെ ഒരു മൂവി ആയതുകൊണ്ട്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെ ഓവറായിട്ട് നമുക്ക് അതിനായിട്ട് ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഇതില് ഫസ്റ്റ് ഡേ തന്നെ ഷൂട്ട് വന്നത് പ്രിയാമണിയുടെയും ജഗദീഷ് ചേട്ടൻ്റെ ഒക്കെ കൂടെയാണ്. അപ്പോൾ പില്ലുവിനെ എനിക്ക് നേരത്തെ അറിയാം. ഞാൻ കണ്ടസ്റ്റന്റ് ആയ റിയാലിറ്റി ഷോയിലെ ജഡ്ജാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം. പക്ഷെ ഇതിന്റെ ഡയറക്ടർ ജിത്തു ചേട്ടൻ ഭയങ്കര അടിപൊളി മനുഷ്യനാണ്. അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. ഈ മാർട്ടിൻ ചേട്ടൻ്റെ കൂടെ ആണെങ്കിലും ചെയ്ത പടങ്ങൾ, അസോസിയേറ്റ് ചെയ്ത പടങ്ങളൊക്കെ ആണെങ്കിലും അടിപൊളി പടങ്ങളിലാണ് പുള്ളി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ജിത്തു ചേട്ടൻ എനിക്ക് തന്നൊരു കംഫർട്ട് ഉണ്ട്. ചേട്ടൻ എനിക്ക് ചിലപ്പോൾ നമ്മൾ പറയില്ല, ചില വാക്കുകൾ മതി നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഹുക്ക് ആവാനായിട്ട്. അപ്പോൾ ആ വാക്കുകളാണെങ്കിലും അല്ലെങ്കിൽ എന്നെ എങ്ങനെ പോർട്രേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ധാരണ ഉള്ളത് കൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന രീതിയാണെങ്കിലും എനിക്ക് വളരെയധികം ഈസി ആയിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അതിലൂടെ നമുക്ക് ഈ പെർഫോമൻസ് ഈസി ആവും. ഇപ്പം ചില ആൾക്കാരുടെ വാക്കുകളാണ് ഇൻസ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഭീഷ്മപർവ്വത്തിന്റെ സമയത്ത് മുന്നേ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് മമ്മൂക്ക പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു എന്ന്, നീ ഇരിക്കേണ്ട സ്ഥലത്ത് വന്ന് നീ തന്നെ ഇരിക്കണം എന്നുള്ളത്. അത് എങ്ങനെ, എനിക്ക് തോന്നുന്നു മറ്റേ പട്ടണത്തിൽ ഭൂതത്തിൽ ആ കുട്ടിപ്പട്ടാളത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന റംസാനെ പുള്ളി തിരിച്ചറിയാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിരുന്നു. പുള്ളി തന്നെയല്ലേ ഇങ്ങോട്ട് വന്ന് ചോദിച്ചത്? അതെ, അത് ഭീഷ്മപർവ്വത്തിന്റെ സമയത്തല്ല. ഭീഷ്മപർവ്വത്തിന്റെ സമയത്താണ് ഈ പറയുന്ന നീ ഇരിക്കേണ്ട സ്ഥലത്ത് നീ നീ തന്നെ ഇരിക്കണം സമയത്ത്. അപ്പം
അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു പുറത്തൊരു അബ്രോഡ് ഒരു ഷോ ചെയ്തു. അപ്പോൾ അതിൽ മമ്മൂക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കുറച്ച് ഫ്രീ ആവുന്ന സമയത്ത് ഞാനിങ്ങനെ മമ്മൂക്കനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും. എന്തെങ്കിലും അല്ല ഞാൻ ആക്ച്വലി ദൂരെ നിന്ന് ഇങ്ങനെ വാച്ച് ചെയ്യും. അപ്പോൾ അനിൽ സിംഹ എന്ന് പറഞ്ഞ് സംസാരിച്ച്, അപ്പം ഞാൻ അപ്പോഴും പറഞ്ഞിട്ടില്ല ഈ പട്ടണത്തിലെ ഭൂതത്തിലെ ഞാനായിരുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് ഇല്ലില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം എങ്ങനെ ഓർമ്മയില്ലെങ്കിൽ ഓക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കും അതൊരു വിഷമമാവും. അപ്പം അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല. അപ്പം അന്ന് ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് നീയൊക്കെ ചെറിയ പയ്യനായിരുന്നു, ഒക്കത്തെടുത്തോണ്ട് കിടക്കുന്ന ചെറുക്കനായിരുന്നു, പക്ഷെ ഇപ്പൊ വളർന്ന് വലുതായി. എന്നിട്ട് ആ സിനിമയിൽ തന്നെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരുടെ കാര്യം കൂടി നമുക്ക് ആ സമയത്ത് അന്ന് വേറൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, അവളിപ്പോ എന്ത് ചെയ്യുന്നു, അവനിപ്പോ എന്ത് ചെയ്യുന്നു, പുള്ളിയുടെ ഒരു മെമ്മറി പവർ അല്ലേ. അത് ഭയങ്കര ഞെട്ടിച്ചു. എല്ലാരും ഇത് മമ്മൂക്കാനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഞാനിത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ട് ഒന്നും പറയാതെ ഇതൊക്കെ ഓർത്തിരിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ചാക്കോച്ചന്റെ കൂടെയുള്ള മറ്റു 2 പടങ്ങളിലും പുള്ളിന്റെ ചെറുപ്പ ക്യാരക്ടർ ചെയ്തിട്ട് ഈ സിനിമയിലേക്ക് വന്നപ്പോൾ പുള്ളിയും ഇത് ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ചാക്കോച്ചനെ അറിയില്ലായിരുന്നു. ചാക്കോച്ചന് ബേസിക്കലി എനിക്ക് തോന്നുന്നു അത്ര ചെറുപ്പത്തിലല്ല, ചാക്കോച്ചന്റെ കുറച്ചുകൂടി സമയത്താണ് ചെയ്തത്. അപ്പം ചാക്കോച്ചൻ അറിയില്ലായിരുന്നു ഞാനാ ചെയ്തതെന്ന്. പുള്ളിക്ക് വേറെ ഡേ ഷൂട്ട്, എനിക്ക് വേറെ ഡേ ഷൂട്ടാണല്ലോ. അപ്പോൾ എന്റെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ പോയി. അന്ന് ചെറുപ്പമാണ്. സ്റ്റോറി ബേസ് ചാക്കോച്ചൻ സിനിമയായിരിക്കും കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും, അല്ലാതെ ചെറുപ്പകാലം ചെയ്തത് ആ സമയത്ത് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇന്നലെ ഇന്റർവ്യൂവിൽ ഇരുന്ന് പറഞ്ഞപ്പോഴാണ് ചാക്കോച്ചൻ അറിഞ്ഞത്. അപ്പൊ പുള്ളിയുടെ റിയാക്ഷൻ ഞെട്ടി ഭയങ്കര ഞെട്ടലായിരുന്നു. കറക്റ്റ് ഇതായിരുന്നു. നീ പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു. അപ്പം നമ്മള് ചില കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങൾ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. അപ്പം അങ്ങോട്ട് ചാടിക്കേറി ഒന്നും ചോദിക്കേ പറയേ അങ്ങനത്തെ ഒരു ടൈപ്പ് എല്ലാം തോന്നൂല്ലേ? ആവശ്യമില്ലല്ലോ. എപ്പോഴും അങ്ങനെയല്ലല്ലോ. നമ്മുടെ ഇൻഡസ്ട്രി അതാണ്. ഇൻഡസ്ട്രി ഉന്തി തള്ളി മുന്നോട്ട് നിൽക്കുന്നതാണ് പലരും നമ്മൾ കാണുന്നത്. അപ്പം എനിക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. വർക്ക് ചെയ്യണം, നമ്മൾ ഇവിടെ നമുക്ക് ആഗ്രഹമുള്ള ഫീൽഡിൽ നമ്മൾ പ്ലേസ് ചെയ്യണം കാര്യങ്ങൾ. പക്ഷെ അതിനു വേണ്ടി ഈ പറയുന്ന പോലെ മറ്റുള്ളവർ തള്ളി മാറ്റിട്ട് ഉന്തി കയറി ഫ്രണ്ടിൽ നിൽക്കേണ്ട പരിപാടിയില്ല. ഇപ്പം റൈഫിൾ ക്ലബ് ആണെങ്കിൽ തന്നെ ഒരു ഓഡീഷൻ മീൻസ് ആദ്യം ഇങ്ങനെ ഒരു കാസ്റ്റ് ഡയറക്ടർ വിളിക്കുന്നു, പിന്നെ ഓഡീഷൻ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അറിയായിരുന്നു ഈ പ്രശ്നത്തിനൊക്കെ തുടക്കം ഞങ്ങളാണ്? എനിക്ക് ആക്ച്വലി ഫസ്റ്റ് എനിക്ക് ഓഡിഷൻ തന്ന ക്യാരക്ടർ ഇത് തന്നെയായിരുന്നു. അലി എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെയായിരുന്നു തന്നത്. പക്ഷെ അതിന്റെ പ്ലോട്ട് ഇതല്ല തന്നെ. ഓഫ് കോഴ്സ് നമ്മൾ ഓഡിഷൻ ചെയ്യുമ്പോൾ അതല്ലല്ലോ തരാം, വേറെ എന്തെങ്കിലും. അപ്പൊ ഇങ്ങനെ ഒരു പ്ലോട്ട് വേറെ പ്രശ്നം ഉണ്ടാക്കി വേറെ സ്ഥലത്ത് വന്ന് കൺവിൻസ് ചെയ്യുക, ഇങ്ങനെയാണ് പരിപാടി എന്നുള്ളത്. അപ്പോൾ അത് പെർഫോം ചെയ്തു. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായില്ല, ഇത് ഒരുപാട് ഓഡീഷൻസ് ഒരുപാട് പേര് അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പം എന്നെ വെറുതെ ഒന്ന് വിളിച്ചു എന്നേ വിചാരിച്ചു. അപ്പം മിലിന്ദും പറഞ്ഞു നീ അഭിനയിക്കുമെന്ന് അറിയില്ലായിരുന്നു, ഡാൻസ് മാത്രം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചേ. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഓഡീഷൻ വിളിക്കുമ്പോഴാണ് നമുക്ക് പറഞ്ഞാലല്ലേ എന്തെങ്കിലും തന്നാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ്. അപ്പോൾ അങ്ങനെ അന്ന് വേറൊരു ക്യാരക്ടറും കൂടി ചെയ്യിപ്പിച്ച് നോക്കിയായിരുന്നു. അപ്പൊ എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞില്ല ഈ പരിപാടി ഓക്കെയാണ്, നമുക്ക് വിളിക്കാം. അങ്ങനെയായിരുന്നു. എനിക്ക് വേറൊന്ന് ചോദിക്കാനുള്ളതെന്ന് വെച്ചാല് ഇപ്പം അനുരാഗ് കശ്യപ് ഒക്കെ ആയിട്ടുള്ള ആ ഒരു സീൻ എന്തായിരുന്നു? എനിക്കൊന്ന് പുള്ളി ഭയങ്കര ഫണ്ണായിരുന്നു തോന്നുന്നു. ലൊക്കേഷനിലൊക്കെ നമ്മള് സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങിയ സമയത്തുള്ളതൊക്കെ ഭയങ്കര ഫൺ, കുറെ വീഡിയോസ് ഒക്കെ അതിനിടയിൽ വന്നു. അപ്പം ആക്ച്വലി സാറ് വന്നിട്ട് നമ്മുടെ അടുത്ത് ഫസ്റ്റ് ഡേ വന്നിരുന്ന് എല്ലാവരുടെ സംസാരിച്ചു. എന്നിട്ട് സാറ് പോയി. അപ്പൊ സെക്കൻഡ് ഡേ വന്നിട്ട് എൻ്റെ അടുത്ത് എന്നെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു യു കെയിം ഇൻ മൈ ഫീഡ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഹൗ കം, ഐ ഡോണ്ട് നോ, ദിസ് ഫോൺ ഇസ് ലിസണിങ് ഓൾ ദിസ് തിങ്സ്. അപ്പോൾ ഇന്നലെ എന്തോ ഞാൻ പറഞ്ഞു ഞാൻ ഡാൻസറാണ്, എൻ്റെ പേര് ഇതാണ്. അപ്പോൾ സുരഭിയാണ് ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരെ പറ്റി ഇങ്ങനെ തള്ളിക്കയറ്റി വിടുന്നുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു സാറിന്റെ ഫീൽഡിൽ സുരഭി ചേച്ചി മറ്റേ ബുക്കൊക്കെ പഠിച്ചു തോന്നുന്നു, അനുരാഗ് കശ്യപ് വരുന്നു. കുറെ പരിപാടീസ് ഉണ്ടായി, അത് ഒരു ലോഡ് പരിപാടികളുണ്ടായി. അപ്പം സാർ എന്നിട്ട് വീട്ടിൽ പോയി തിരിച്ച് ഷൂട്ടിന്റെ ലൊക്കേഷനിൽ നിന്ന് പോയി തിരിച്ചു വന്നപ്പോൾ സാർ പറയാണ് സാർ മൊബൈലിൽ സാറിന്റെ ഫീൽഡിൽ എൻ്റെ ഡാൻസ് വന്നു, അപ്പോൾ ഇതെല്ലാം ലിസൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത്രയും ഫ്രീ ആയിട്ടാണ് പുള്ളി അവിടെ നിന്നത്. അപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും കേട്ടോ, സാർ മാത്രമല്ല അവിടെ നിൽക്കുന്ന ഈച്ച് ആൻഡ് എവരി വൺ. കാരണം നമുക്ക് ആ ലൊക്കേഷനിൽ തന്നെയായിരുന്നു ഒരു 38 ദിവസത്തോളം ഷൂട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും തമ്മിലുള്ള ഒരു ബോണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഈഗോ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എല്ലാരും പാവങ്ങളായിരുന്നു. ഞാൻ ആലോചിച്ചു എന്തിനാണ് ഇത്രയും പാവങ്ങളാവുന്നത് എല്ലാവരും. അതാണ് കുട്ടേട്ടനൊക്കെ ഭയങ്കര പാവ വിജയരാഘവൻ സാർ. സോ സാറൊക്കെ നമ്മുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നതാണെങ്കിലും കുട്ടേട്ടൻ്റെ പണ്ടത്തെ കഥകൾ പറയുന്നതും അതൊക്കെ ഇങ്ങനെ കേട്ട് നമുക്ക് അവിടെ ഇരിക്കാം. അപ്പൊ എല്ലാവരും ഈ പറയുന്ന ഒരു ബോണ്ട് ഉള്ളത് കൊണ്ടാണ് സിനിമയ്ക്ക് അത്രയും ഒരു ഇമ്പാക്ട് കിട്ടിയത്. ഈ തോക്ക് കയ്യിൽ കിട്ടാത്തതിന് വിഷമമുണ്ട്. എനിക്ക് തോന്നുന്നു അവസാനം എന്ന് പേടിച്ചു നീ കരയേണ്ട, നീ ഒന്ന് എടുത്തു.
അങ്ങനെയായിരുന്നു തോന്നൂല്ലേ? അത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാ. ഞാൻ പറഞ്ഞു എനിക്ക് കൂടി എല്ലാരും കൊണ്ട് എനിക്കില്ല. അല്ല, അത് ചോദിച്ചു വാങ്ങിച്ചതാ. അത് ശ്യാമേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് മാത്രം തോക്കും, അപ്പൊ അവന് കൊടുക്കും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിടിച്ചതാണ്. അത് അതിനകത്തൊന്നും വലിയ കാര്യമില്ല. സോ ബേസിക്കലി എനിക്ക് തോന്നുന്നു തോക്കില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു ഫിസിക്കൽ ഫൈറ്റ് എനിക്ക് കിട്ടാൻ കാരണം. ബാക്കിയുള്ള എല്ലാവരും ഗൺ ഷോട്ട്സും പരിപാടിയായിട്ടൊക്കെ നിന്നപ്പോൾ അതിലെനിക്കും വിനീതേട്ടനുമാണ് ഫിസിക്കൽ ഫൈറ്റിൽ ചെയ്യാൻ പറ്റിയത്. ഒരു റൂമിന്റെ ഉള്ളിനകത്ത് ഒരു ചെറിയ ഫൈറ്റും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. പിന്നെ തോക്കിട്ടാത്തതിന്റെ വിഷമം നല്ല സാരമില്ല, നമുക്ക് അർത്ഥപ്പെടുത്തി പിടിക്കാം. ഇപ്പൊ ഓഫീസ് റൺ ഡ്യൂട്ടിയിൽ തോക്കുണ്ടോ? എനിക്കില്ല, ഓഫീസറുണ്ട്. ഓഫീസർക്കുണ്ട്, ചാക്കോച്ചനുണ്ട്. ഡാൻസ് ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് കമലഹാസൻ കെട്ടിപ്പിടിച്ചിരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ പുള്ളിയുടെ ഒരു ഷോ കഴിഞ്ഞ് പിന്നീട് പുള്ളീന്റെ ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ച് അയാൾ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ഒരു ഡാൻസറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ആക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യങ്ങളായിട്ടാണ്. എങ്ങനെയായിരുന്നു ആ ഒരു മൊമെന്റ്? പുള്ളി ഇങ്ങനെ ഡാൻസിന്റെ ഇടയിൽ കൂടി വന്ന് ലാസ്റ്റ് സ്റ്റെപ്പിൽ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് എന്തായിരുന്നു റംസാന്റെ അപ്പത്തെ ഒരു? ഇല്ല, അത് സാറിന് സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ്റെ അന്ന് ദുബായിൽ വെച്ചിട്ടായിരുന്നു ഒരു ഇവന്റ്, വിക്രം സിനിമേൻ്റെ. അപ്പം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു ഡെഡിക്കേഷൻ കൊടുക്കണം, ട്രിബ്യൂട്ട് പെർഫോമൻസ് കൊടുക്കണം, പക്ഷെ സാധാരണ ഒരു പെർഫോമൻസ് ആയിട്ട് വേണ്ട, വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന പറഞ്ഞിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ സാറിൻ്റെ പണ്ട് തൊട്ടുള്ള സിനിമകൾ ഇരുന്ന് കണ്ടു. ആദ്യം കുറച്ച് ഇപ്പൊ ഫേമസ് ആയ സിനിമകളും ഫേമസ് അല്ലാത്ത സിനിമകളും എല്ലാം ഇരുന്ന് കണ്ടു. അപ്പോൾ മാധ്യമത്തിന്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു. അതെ, മാധ്യമത്തിന്റെ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഓൾറെഡി സാറിന്റെ വലിയൊരു ഫാനാണ്. കാരണം ഇത്രയും വേഴ്സറ്റൈൽ ആയിട്ട് ആക്ട് ചെയ്യാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന ഒരു ആക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി യൂണിക്. അപ്പോൾ പഴയ ഒരുപാട് പടങ്ങൾ ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്, നായകൻ, അങ്ങനെയുള്ള ഒരുപാട് പടങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ട് സാറിന് ട്രിബ്യൂട്ട് കൊടുക്കാന്ന് പറയുമ്പോൾ ഓക്കെ, എന്നാൽ പിന്നെ എല്ലാത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന നല്ല നല്ല എലമെന്റ്സ് വെച്ചിട്ട് ഒരു 10 minutes ലോങ് പെർഫോമൻസ് നമുക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ആ പെർഫോമൻസിന് കയറാൻ മുമ്പ് ഓൾറെഡി റിപ്പോർട്ടുണ്ടായിരുന്നു സാറിന് ആക്ച്വലി വയ്യ, ഷൂട്ട് കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ സീറ്റിൽ നിന്ന് ചിലപ്പോൾ എണീക്കില്ല. ഞാൻ പറഞ്ഞു വേണ്ട, അവിടെ ഇരുന്നോട്ടെ, അവിടെ ഞാൻ കണ്ടോളാം. അങ്ങനെയായിരുന്നു. അപ്പോൾ പെർഫോമൻസിന്റെ ലാസ്റ്റത്തെ 1 minute ഞാൻ പുറത്ത് ഇതുപോലെ സാറ് മുന്നിലിരിക്കുമ്പോഴാണ് ഞാനിവിടെ പെർഫോം ചെയ്തത്. ആ പെർഫോമൻസ് തീരുന്നതിന് മുന്നേ സാർ എണീറ്റു. അപ്പോൾ ഇത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കാണാം സാർ എണീറ്റ് നിന്ന് ഇത് വാച്ച് ചെയ്യുന്നത്. അങ്ങനെ പെർഫോമൻസ് കഴിഞ്ഞു. ഞാൻ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ഹായ് സാർ എന്ന് പറഞ്ഞപ്പോഴേക്കും ഹഗ് ചെയ്തു. അപ്പോഴേക്കും ഞാനും ഹഗ് ചെയ്തു. അപ്പം നമ്മൾ ടി വിയിലൊക്കെ കണ്ട് എല്ലാ സിനിമകളും ഇങ്ങനെ കണ്ട് ഒരാളെ പെട്ടെന്ന് ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ, അതും കമലഹാസൻ സാറിന്റെ ഒക്കെ എല്ലാവരും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. നമ്മൾ കരിയർ തുടങ്ങുന്ന സമയത്ത് ഒരിക്കൽ പോലും ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ സ്വപ്നത്തിൽ പോലും വന്നിട്ടുണ്ടാവില്ല. ഞാൻ ഇതുപോലെ കുറെ ആർട്ടിസ്റ്റുകൾക്ക് ട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പണ്ടിട്ട് ഡാൻസർ ആയതുകൊണ്ട് ഈ സ്പെഷ്യൽ ഈവെന്റ്സിൽ ആക്ടേഴ്സ് വരുമ്പോൾ എന്നെ വിളിക്കും ട്രിബ്യൂട്ട് കൊടുക്കാനായിട്ട്. പക്ഷെ ഇത്രയും ഒരു അടിപൊളി മൊമെന്റ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു അത്രയും അധികം ആർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. അത്രയും ചെറിയൊരു പ്രായത്തിൽ കമലഹാസൻ സാർ അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. അതെ, അത് എനിക്ക് കൂടുതൽ സന്തോഷം തോന്നിയത് ഈ പറഞ്ഞ പോലെ ഈ ഡാൻസ് കഴിഞ്ഞ് സാറ് സ്റ്റേജിൽ വന്ന് സംസാരിച്ച് ഡാൻസിനെ പറ്റിയും എന്നെ പറ്റിയൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് അടുത്ത ഇവന്റിൽ നമ്മൾ സജസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഓക്കെ, അപ്പൊ എന്തായാലും ആർട്ടിസ്റ്റുകൾക്ക് വേണമെങ്കിൽ വെൽ പെർഫോംഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സോഫ്റ്റ് നിർത്താം. ഇതല്ല, പ്യൂറായിട്ട് സാറിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അടുത്തൊരു സ്റ്റേജിലും അന്ന് പെർഫോം ചെയ്ത ആളെ വേണം എന്ന് പറയാൻ കാരണം. അപ്പം സന്തോഷം. ഇതേപോലെ തന്നെ ഭീഷ്മപർവ്വതത്തിന്റെ ആ സോങ് സീൻ കഴിഞ്ഞ സമയത്തും ആ ക്രൂവിൽ നിന്നും ഭയങ്കര ഒരു അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല എന്റെ എല്ലാ ഇന്റർവ്യൂ അല്ലേ കണ്ട് പഠിച്ചു വന്നേക്കുക. നമ്മളൊരാളെ പറ്റി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള എല്ലാം കണ്ടു പഠിക്കുക എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അതെ. അപ്പം അത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മൊമെന്റ്? അതിനുശേഷം എന്തായിരുന്നു? ബൈ കോൺഫിഡൻസ് കൂടിയോ? എങ്ങനെ ഉണ്ടായിരുന്നു? കോൺഫിഡൻസ് അല്ല, ഹാപ്പിനെസ് ആണ് എപ്പോഴും. നമ്മൾ ആഗ്രഹിച്ച സ്ഥലങ്ങളിൽ നമ്മൾ എത്തിയിട്ട് നമ്മൾ ആരെയും നിരാശപ്പെടുത്തണല്ലോ. എന്തായിരുന്നു അന്നത്തെ ആ ഒരു? അത് പെർഫോമൻസിന് മുന്നേ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു അതിനകത്ത്, ഗ്രീൻ റൂമിന്റെ ഒരു പരിപാടി. അപ്പൊ അതും പിന്നെ ഷൈൻ ടോമിന്റെ ഒരു സീക്വൻസും കൂടി എടുത്തു അല്ല, അത് പല ടേക്ക് ഉണ്ട്. അത് നമ്മുടെ രണ്ടുപേരുടെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ലാഗായി. അപ്പോൾ ഫസ്റ്റ് ഡേ 2 ദിവസമായിരുന്നു ഡാൻസ് പറഞ്ഞത്. ഫസ്റ്റ് ഡേ ഡാൻസ് എടുത്ത് ഭയങ്കര കുറച്ചായിരുന്നു. സെക്കൻഡ് ഡേ ഇത് തീരില്ലയോ എന്നുള്ളൊരു പരിപാടി ഉണ്ടായി. പക്ഷേ ഡാൻസ് ഈ പറഞ്ഞ പോലെ ആദ്യം ഗ്രൂപ്പിനെ വെച്ചിട്ടെല്ലാം കട്ട് ഷോട്ട്സ് പരിപാടി എടുത്തു. ഈവൻ ഷൈൻ ടോം വരുന്ന പരിപാടി. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് എൻ്റെ ഒറ്റയ്ക്ക് വേണമായിരുന്നു പെർഫോമൻസ് ഇതിനകത്ത് കട്ട് ചെയ്തിടാനായിട്ട്. അപ്പോൾ ഞാൻ ഈ പെർഫോമൻസ് ഫുൾ ഒറ്റയ്ക്ക് കളിച്ചു. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് പാക്കപ്പ് പറഞ്ഞതിന് തൊട്ട് മുന്നേ അമലേട്ടൻ വന്നിട്ട് പറഞ്ഞ എല്ലാവരും വലിയൊരു അപ്രിസിയേഷൻ കൊടുക്കണം, ഇത്ര ഈസി ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ
ഞാൻ നോക്കുമ്പോൾ അമൽ സാർ അവിടെ വന്നിട്ട് എണീറ്റ് നിന്ന് സംസാരിക്കുന്നു, ഇവരെല്ലാരും കൈയടിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനിത് ഏത് യൂണിവേഴ്സിലാണ് വന്ന് നിൽക്കുന്നത്. അല്ല ആക്ച്വലി നമ്മള് എവിടെയെങ്കിലും നമ്മുടെ ആഗ്രഹിച്ചു പോയ സ്ഥലത്ത് മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണല്ലോ അതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം. സിനിമ കാണുമ്പോഴും ഓഡിയൻസ് കൈയടിക്കുക, ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഒരു പ്രോസസ്സാണ് ആയിരുന്നു എനിക്കത്. അതൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഇപ്പം റംസാൻ സക്സസ്ഫുൾ ആയി നിൽക്കുന്ന സമയത്ത് അങ്ങനെയല്ല, ഇപ്പം ഏറെക്കുറെ കരിയറിന്റെ മറ്റൊരു ഫേസിലേക്ക് കടക്കുന്ന സമയത്ത് എനിക്കിപ്പോ ചോദിക്കാനുള്ളത് ഡാൻസ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. ഓക്കെ, ഡാൻസ് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പം അതിലെ ട്രോളുകളും ഇത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നോട്ടീസ് ചെയ്ത സമയത്ത് ഇപ്പം അത് കാണും എന്താണ് മീൻസ് അന്ന് അതിന്റെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളായിരിക്കുമല്ലോ ഓഫ് കോഴ്സ്. എനിക്ക് ഈ ട്രോളും നെഗറ്റീവ് കമന്റ്സും ഒന്നും ബാധിക്കുന്ന ഒരു മനുഷ്യനല്ല. ഞാൻ വേറെ റിയാലിറ്റി ഷോ ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു. സോ ബേസിക്കലി നമുക്ക് അങ്ങനെ ഒരു സ്റ്റേജിന്റെ ഉള്ളിൽ കയറി നിൽക്കുമ്പോഴാണ് നമ്മുടെ അഭിപ്രായങ്ങൾ, അതിപ്പോൾ മറ്റുള്ളവർക്ക് വെറുപ്പ് തോന്നിയാലും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് വരണം. അതിപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ എന്താണെന്നത് പറയാണ്ടിരുന്നേ എന്ന് ആലോചിച്ചാൽ ഞാൻ തീർന്നു. എനിക്കതിനകത്ത് ഓക്കെ ഞാനന്നത് പറയണമായിരുന്നു എന്നുള്ളത് തോന്നൽ വന്നാൽ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ അഭിപ്രായങ്ങളും ഞാൻ എവിടെയൊക്കെ പറയണോ അത് പറയേണ്ടത് മാത്രം കൃത്യമായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതുപോലെയായിരുന്നു ഈ ഡാൻസ് എന്ന മൂവിയുടെ ട്രോൾ വന്നപ്പോഴും എനിക്ക് എന്നെ ഒരു പെർസെൻറ്റേജ് പോലും സങ്കടത്തിലാക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ അവന്മാർ കളിയാക്കും, ടിവിയിലിടും, എല്ലാവരും ഇരുന്ന് കളിയാക്കും, ഇത് തന്നെ പരിപാടി. പക്ഷെ ചിലപ്പോൾ ഒരു ഗോഡ് ഫാദർ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഈ സിനിമ ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ ഇതുപോലെ ആരും എന്നെ ഇങ്ങോട്ട് വിളിച്ച് എടാ നീ ഈ സിനിമയിൽ അഭിനയിക്കും എന്ന് പറഞ്ഞൊരു ചാൻസ് തരാത്തതുകൊണ്ടായിരിക്കാം. ഈ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ആദ്യം ഈ സിനിമ ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ. അപ്പോൾ ആ സമയത്ത് നമുക്ക് പല ആൾക്കാർക്ക് കൈ കൊടുക്കേണ്ടി വരും. അങ്ങനെ കൈ കൊടുത്തതാണ്. പക്ഷെ പിന്നീട് പഠിച്ചു. പിന്നെ ഇറ്റ് വാസ് ആക്ച്വലി നീഡഡ്, അതവിടെ വേണം. അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ കാര്യങ്ങൾ ജഡ്ജ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോഴും അതിന്റെ ട്രോളുകൾ കാണുന്നു, ഇപ്പോഴും അതിങ്ങനെ ഇന്നും കൂടി വന്നു തോന്നുന്നു. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കാറില്ല, എന്നാൽ ഇത് എങ്ങനെയാണ് ഇത് വിട്ട് കളയാനുള്ള ഒരു ഇതിലേക്ക് എത്തിയത്? എടുത്താൽ വിട്ടുകളഞ്ഞാൽ പോരെ, ഞാൻ എടുക്കാറില്ല. മൊബൈലിൽ കാണുന്ന ഞാൻ കമന്റ്സ് വായിക്കാറുണ്ട് ഇതിനകത്ത്. അപ്പോ ബ്രോസ് ഡാൻസ് ആർക്ക്, ബ്രോസ് ആക്ടിങ് ഡൗൺ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പം ഇതൊക്കെ വേണം. ഒരിക്കലും നമുക്ക് എല്ലാരെയും സാറ്റിസ്ഫൈ ചെയ്ത ഒരു പരിപാടി ചെയ്യാൻ പറ്റൂല. പക്ഷെ അതിന്റെ ഒരു റിവഞ്ച് ആണ് ഇപ്പൊ റംസാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ പയ്യെ ഇപ്പൊ ഉള്ള പരിപാടി ആക്ച്വലി ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ഡാൻസിൽ നിന്ന് മാറി ഇവനെ അഭിനയിക്കാനും. എന്നുവെച്ചാൽ എന്റെ ആഗ്രഹമാണ് സിനിമ ഇൻഡസ്ട്രി. അപ്പൊ ഇതിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഗ്രാജുവലി ഉള്ള ഒരു വളർച്ചയായിരുന്നു റംസാന്റെ. എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിന്റെ പിന്നാലെ കഷ്ടപ്പെട്ട് അങ്ങനെയും നേടിയിട്ടുള്ള ഒരു വിജയം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ബാല്യകാലം അഭിനയിച്ച ആൾക്കാരുടെ കൂടെയൊക്കെ ഒരേ ലെവലിൽ അല്ലെങ്കിൽ അതുപോലെ അവരുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമ്പോൾ ഇനി ആരെ കൂടെ എന്നുള്ളൊരു ചിന്തയില്ലോ, ആരെ കൂടെ അഭിനയിക്കണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ലാലേട്ടന്റെ മമ്മൂക്കാന്റെ കൂടെ പടം ചെയ്യണമെന്നുണ്ട്. ഞാൻ ആദ്യം ചെയ്തതാണ് മമ്മൂക്കാന്റെ കൂടെ ഈ പട്ടണത്തിൽ കൂടെ. പക്ഷെ പിന്നീട് ബോധം വെച്ച കാലത്ത് എനിക്ക് മര്യാദയ്ക്ക് ഒന്ന് പെർഫോം. പിന്നെ എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു വലിയ സിനിമയുടെ കാസ്റ്റ് പ്രൊഡക്ഷൻ സൈഡ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം അത് വലിയൊരു ഭാഗ്യമാണ്. ഇപ്പൊ മമ്മൂക്കാന്റെ ഒരു സീക്വൻസ് ഒക്കെ നമ്മളാണ് ട്രീറ്റ്മെന്റിലൂടെ അത് നമ്മൾ ടെക്നിക്കൽ ക്രൂവിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. ടെക്നിക്കലി വർക്ക് ചെയ്യുന്നവരെ പെട്ടെന്ന് എല്ലാവർക്കും അങ്ങനെ കിട്ടുന്നില്ല. പിന്നെ ഇപ്പൊ ഓഫ് കോഴ്സ് മലയാളികൾക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് സിനിമ, ആരാണ് എഴുതുന്നത്, ആരാണ് സിനിമോട്ടോഗ്രാഫി, എല്ലാം അറിയാം. അപ്പൊ അതുകൊണ്ട് ബ്രഹ്മയുഗത്തില് നമ്മള് യക്ഷി ഉണ്ടല്ലോ, ഫസ്റ്റത്തെ യക്ഷി പുള്ളിക്കാരത്തിനെ ഫുൾ ഡിസൈൻ ചെയ്തതും ഫസ്റ്റത്തെ ആ മൊമെന്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തത് നമ്മളായിരുന്നു. രാഹുലേട്ടൻ ഡയറക്ടർ എന്നെ വിളിച്ചിട്ടിങ്ങനെ പറയടാ അതാ യക്ഷി പരിപാടിയാണ് ഫസ്റ്റത്തെ. അപ്പോൾ അർജുന അശോകനുണ്ട്, മറ്റേ മണികണ്ഠൻ ചേട്ടനുണ്ട്. അപ്പൊ ഇവര് യക്ഷിനെ കണ്ട് ഇങ്ങനെ ഒരു മൊമെന്റിൽ എത്തുന്നു, ഒരാൾ എസ്കേപ്പ് ആവുന്നു, ഒരാൾ അതിനകത്ത് അവിടെ ലോസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. ഈ പരിപാടി നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തു. പയ്യെ ആ മരത്തിൽ നിന്ന് യക്ഷി വരുന്ന മൊമെന്റ് തൊട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് യക്ഷിയുടെ കൂടെ ഒരാൾ പോകുന്നു, അർജുനാശോകൻ തിരിച്ച് എസ്കേപ്പ് ആവുന്നു. അത് കഴിഞ്ഞ് ഇന്റർവെൽ സൈഡ് ആകുമ്പോഴേക്കും മമ്മൂക്കാന്റെ അടുത്തേക്ക് യക്ഷി എത്തുന്നു. അപ്പൊ മമ്മൂക്കയും യക്ഷിയും തമ്മിലുള്ള മൊമെന്റ്സ് അതൊക്കെ നമ്മളെ കൊറിയോഗ്രാഫിക്കലി ചെയ്തു കൊടുത്തേ. അപ്പം അത് കഴിഞ്ഞ് ലാസ്റ്റ് മമ്മൂക്കാന്റെ ചാത്തൻ എന്ന് പറയുന്ന ആ കുട്ടീനെ നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മളാണ് പരിപാടി പറഞ്ഞത്. മമ്മൂക്കായ്ക്ക് അറിയായിരുന്നു? അറിയായിരുന്നു. കണ്ടിട്ട് പുള്ളിന്റെ ഒരു അല്ല അത്
മമ്മൂക്ക നമ്മൾ അമ്മ ഷോയിൽ വെച്ച് ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആക്ച്വലി അന്ന് ഷൂട്ടിന് സമയത്ത് വരാൻ പറ്റില്ല, എൻ്റെ അസിസ്റ്റൻസിനെ വിട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു പ്രമേഹത്തിൽ വർക്ക് ചെയ്തായിരുന്നു, എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല പുള്ളി എനിക്ക് തോന്നുന്നു അത്ര സ്നേഹം പ്രകടിപ്പിക്കുന്നത് അങ്ങനെയാ. അപ്പൊ എനിക്കന്ന് വരാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു വേറൊരു ഓക്കെ എങ്ങനെയുണ്ട് ഡാൻസ് കളിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ നമുക്കൊക്കെ അറിയാം. ഹീസ് വെരി അപ്ഡേറ്റഡ് എല്ലാ കാര്യത്തിലും, എല്ലാവരെയും ഒരു പിടുത്തമില്ല. എങ്ങനെയാണ് അത് കണ്ടുപഠിക്കേണ്ട കാര്യം തന്നെ. കണ്ടുപഠിക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ അപ്ഡേറ്റ് ആയിട്ട് നിൽക്കാന്ന് പറയുന്നത് ഒരു ആക്ടർക്ക് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയിൽ വേണ്ടതാണ്. അതുപോലെ ചാക്കോച്ചന്റെ വേറൊരു ആഡില് ഡ്യൂപ്പ് ഇട്ടിട്ടുണ്ട് എന്നുള്ളത്, അതിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? അതിന്റെ ഡയറക്ടർ വന്നിട്ട് നമ്മുടെ ഡിജോ ചേട്ടനാണ്. അതിന്റെ കൊറിയോഗ്രാഫർ വന്നിട്ട് എന്റെ ഡി4 ഡാൻസിലെ എന്റെ പേഴ്സണൽ കൊറിയോഗ്രാഫറായ രതീഷ് ചേട്ടനാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ബാക്ക് ഫ്ലിപ്പിന്റെ പരിപാടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. സോ ഈ ആക്ടേഴ്സിന് ഈ പറയുന്ന സിനിമ കാര്യങ്ങളെല്ലാം വന്നു കഴിയുമ്പോൾ അവർക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രമാണ് അവർ ഡൂപ്പിടുന്നത്, അല്ല അവർക്ക് ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല. ഓക്കെ, അപ്പം ഇത് ഓൾറെഡി അറിയാവുന്ന എന്നാൽ ആ സമയത്ത് ചാക്കോച്ചന്റെ സെയിം ഫിസിക്കൊക്കെ പറ്റുന്ന ഒരാളെ നോക്കിയപ്പോൾ രതീഷേട്ടൻ എടാ ഡ്യൂപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ ഓഫ് കോഴ്സ്, അതിനെന്താ ഒരു പ്രശ്നമില്ല. ഞാൻ വന്ന് അതിനകത്ത് കുറച്ച് ലെഗിന്റെ കുറച്ച് മൂവ്മെന്റ്സും ആ ഫ്ലിപ്സിന്റെ പരിപാടിയൊക്കെ ചെയ്തു. അപ്പോൾ അത് ചാക്കോച്ചൻ അറിയായിരുന്നു, ചാക്കോച്ചൻ അറിയാം, അതിൻ്റെ സംസാരിക്കുകയും ചെയ്തു അതിനെപ്പറ്റി. അപ്പം എന്തായിരുന്നു അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു? അല്ല അന്ന് എടാ താങ്ക് യു പറയാം. കാരണം എനിക്ക് തോന്നുന്നു ചാക്കോച്ചനൊക്കെ പണ്ട് തൊട്ട് ഇപ്പം ജഗദീഷ് ചേട്ടൻ പറഞ്ഞാണെങ്കിൽ പോലും ഇവരൊക്കെ ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. ഇപ്പം സീനിയേഴ്സിനെ കണ്ട റെസ്പെക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇപ്പൊ സ്റ്റാർട്ടിങ് കാണുന്ന ഒരു ജൂനിയറിനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ആളെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അത് ഭയങ്കരമായിട്ട് എല്ലാവരും കണ്ടുപിടിക്കേണ്ട. ചാക്കോച്ചനാണെങ്കിലും എപ്പോഴും എന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഭയങ്കര രസത്തോടു കൂടി തന്നെയാണ്. ഇപ്പൊ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനാണെങ്കിലും ഇന്നലെ ആണെങ്കിലും എല്ലാ കാര്യത്തിനും ഒരു അനിയനെ പോലെ എപ്പോഴും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ബ്ലെസ്സിങ് ആയിരിക്കില്ലേ? പിന്നെ നമ്മള് ഇതൊന്നും ആഗ്രഹിച്ചല്ല ഇവിടെ വന്നത്, പോലും അല്ലേ? ഇപ്പം വേറെ ചോദിക്കുകയാണെങ്കിൽ തന്നെ ഫഹദ് ഫാസിലിന്റെ കൂടെ അഭിനയിക്കണം എന്ന് പണ്ട് മുതലേ റംസാൻ പറഞ്ഞുകൊണ്ടിരുന്ന ആഗ്രഹമാണ്. അതിലേക്ക് എത്തിയോ, അല്ലെങ്കിൽ അതിലേക്ക് എത്താനുള്ള എന്തെങ്കിലും ദൂരം? എല്ലാത്തിനും എനിക്ക് ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ പയ്യെ ഓരോന്നും നമുക്ക് ഫഹദ് ഫാസിൽ മാത്രമല്ല, ലാലേട്ടനാണെങ്കിലും ലാലേട്ടനൊക്കെ ഇഷ്ടംപോലെ തവണ കണ്ടിട്ടുണ്ട്. ഇപ്പൊ റിയാലിറ്റി ഷോയിൽ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ ബിഗ് ബോസിൽ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആ ഷോന്റെ ഭാഗമാണ്. അപ്പം അത് കഴിഞ്ഞ് പേഴ്സണലി കാണുമ്പോൾ എന്താ മോനെ എന്ന് വിളിച്ച് സംസാരിക്കുന്ന ലാലേട്ടനാണ്. അപ്പം ഇതൊരു വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഹോപ്പ്ഫുള്ളി ആഗ്രഹമുണ്ട്. ഫഹദൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഡി4 ഡാൻസിന്റെ ഒരു സീസണിൽ ഒരു എപ്പിസോഡിൽ ഗസ്റ്റായിട്ട് ഇക്ക വന്നിട്ടുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പറയുന്ന പോലെ പുള്ളിയുടെ വലിയൊരു ചേഞ്ച് ഓവറും പെർഫോമൻസും കാര്യങ്ങളൊക്കെ അഡ്മയർ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ മലയാള ഇൻഡസ്ട്രി നിൽക്കുന്ന മിക്കവരും. അപ്പോൾ കൂടെ അഭിനയിക്കാൻ ചാൻസ് എന്ന് വെച്ചാൽ ഈ ചാൻസിന്റെ അല്ല ഞാൻ പറയുന്നത്, എപ്പോഴെങ്കിലും ഡെസ്റ്റിനി അവിടെ എത്തിക്കും നമുക്ക് വേണ്ട പരിപാടിയിലോട്ട്. അതിനു വേണ്ടിയുള്ള ഹാർഡ് വർക്കിംഗ്. അപ്പൊ ഭീഷ്മപർവത്തിന് ശേഷം ഒരു 2 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു റൈഫിൾ ക്ലബിലേക്ക്. ആ ഒരു 2 കൊല്ലം എടുത്തത് സ്വയം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ എന്തായിരുന്നു? ഭീഷ്മപർവം കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റുകൾ വന്നായിരുന്നു. പരിപാടി നായകനായിട്ടും പിന്നെ ഈ പറയുന്ന പോലെ ഭീഷ്മപർവം പോലെ ഡാൻസിന്റെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് വന്നു. പക്ഷെ ഇങ്ങനെ ഓരോ സിനിമകളും ഞാൻ നോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമലേട്ടനെ വിളിച്ചായിരുന്നു. സാർ ഞാനിങ്ങനെ കുറച്ച് സിനിമ നോ പറഞ്ഞു, ഇനിയിപ്പോൾ എനിക്ക് സിനിമ കിട്ടുമോ ഇല്ലയോ? അപ്പൊ പറയും നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് വലിയ കാര്യം, എന്നാ പിന്നെ വിട്ടാരെ. അപ്പൊ അമലേട്ടൻ എവിടെയോ കരിയറില് തുടക്കത്തിലുണ്ടായ ഒരു അബദ്ധം, അല്ലെങ്കിൽ ആ ഡാൻസ് എന്ന് പറഞ്ഞ ചിത്രത്തിലേക്ക് കമ്മിറ്റ് ചെയ്തതിന്റെ ഒരു അത് എനിക്ക് അബദ്ധമായിട്ട് തോന്നിയിട്ടില്ല. ആ സമയത്ത് അതിന്റെ ഡയറക്ടർ വന്നിട്ട് ഹിസ് പ്രിറ്റി ഫേമസ്, എല്ലാ സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റുകൾക്ക് അറിയാവുന്ന റെസ്പെക്ട് കൊടുക്കുന്ന ഒരു ഡയറക്ടറാണ് എന്നെ ഇങ്ങോട്ട് വന്ന് ഒരു സിനിമയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. സോ ഇപ്പോഴും ഞാൻ ആ സിനിമേനെ റെസ്പെക്ട് ചെയ്യുന്നു, കാരണം അത് എൻ്റെ ഒരു ലേണിംഗ് പ്രോസസ്സായിരുന്നു. ഇങ്ങനെയും പരിപാടികളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും ലെസണാണ്. അപ്പം അതിനെയും ഞാൻ നല്ലൊരു ലെസണായിട്ടേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ അതൊരു അബദ്ധമൊന്നുമില്ല. ഇത് നമ്മൾ പറഞ്ഞില്ല, പടങ്ങൾ ഒരുപാട് ക്യാൻസൽ ആവുന്നു, അമൽ സാറിനെ വിളിക്കുന്നു. അമൽ സാറിനെ വിളിച്ചിട്ട് അമൽ സാറ് ഏതൊക്കെയോ ഒരു പോയിന്റിൽ എന്നെ അമൽ സാർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യ് എന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വെയിറ്റിംഗ് ആയിരുന്നു 2 years. അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഡാൻസിന്റെ പരിപാടികളായിട്ടും ഷോസും വേറൊരു സൈഡിൽ കൂടെ ഞാനിങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ മറ്റൊരു സൈഡിൽ പറയുന്ന പോലെ ഫിലിംസ് വരുമ്പോൾ നോ പറയുമ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അറ്റ് ദ എൻഡ് നല്ലൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റണമെന്നായിരുന്നു.
അങ്ങനെയാണ് ആഷിഖയിലേക്ക് എത്തുന്നത്. ഞാൻ നോക്കുമ്പോൾ അമലേട്ടൻ്റെ കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ആഷിഖേൻ്റെ പടമാണ്, നല്ലൊരു ക്രൂവിൻ്റെ കൂടെയാണ്, ശ്യാമേട്ടൻ എഴുതുന്ന സ്ക്രിപ്റ്റാണ്. അപ്പം എനിക്ക് തോന്നി ഓക്കെ ഇത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടത് ഇതാണ് എന്ന് തോന്നി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ 2 പടവും ഭയങ്കര വലിയ ഒരുപാട് കാസ്റ്റുള്ള പടങ്ങളായിരുന്നു. അപ്പം ആ ഒരു രണ്ട് അത്രയും വലിയ കാസ്റ്റഡ് പടങ്ങളിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ ക്യാരക്ടറായാലും അല്ലെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരാനുള്ളൊരു മടി ഒക്കെ ഉണ്ടായിരുന്നോ? ഫ്രണ്ടിലേക്ക് വരാനുള്ള മടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് ഇപ്പം ഒരു ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ, അപ്പോൾ ആ ഒരു ക്രൂവിനോടുള്ളൊരു ഇല്ല, ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഭയങ്കര കംഫർട്ടിങ് ആണ്. ഇപ്പോൾ ഭീഷ്മറാണെങ്കിൽ എനിക്ക് സൗബിൻ ഖാൻ എനിക്ക് ആയിട്ട് കോമ്പിനേഷൻ സീൻ പോലും ഇല്ല, പക്ഷെ സൗബിൻ ഖാനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തു ആ സമയത്ത്. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മളെ കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷെ അവരുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ള ഒരു ബോധം അവർക്ക് കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു മാനേജ്. ഇപ്പം ഭീഷ്മപർവ്വതത്തിലാണെങ്കിലും എനിക്ക് വേറെ ആരുടെയും കൂടെ ഇല്ല വലിയ കോമ്പിനേഷൻ, ഡാൻസും ആ ചെറിയ സീൻ മാത്രമേ ഉള്ളൂ. അപ്പം അതിലെനിക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. റൈഫിലോട്ട് വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ പറഞ്ഞില്ല, അവരൊക്കെ ഭയങ്കര പാവങ്ങളാണ്. നമ്മൾ ഈ സിനിമയിൽ കാണുന്ന വില്ലന്മാരെന്ന് പറയില്ല, അവരാണ് ഏറ്റവും പാവം. അപ്പോൾ വാണി ചേച്ചി ആയിക്കോട്ടെ, കുട്ടേട്ടനായിക്കോട്ടെ, പൊന്നമ്മ ബാബു ചേച്ചി, ഞങ്ങൾ പൊന്നൂസ് വിളിക്കുന്നത്, എല്ലാവരും ഭയങ്കര കംഫർട്ട്. ചേച്ചിയുടെ ആ ഒരു സീൻ ഞാൻ കണ്ടിട്ട് ചിരിച്ചു മരിച്ച സീനാണ്. എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയ ഒരു സീൻ. അലമാര ഇങ്ങനെ തുറന്നു വരുന്ന ഒരു സാധനം, ആ ലാസ്റ്റ് പോർഷനിൽ ഒരു ബുള്ളറ്റിന്റെ കുറവുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എടുത്ത് വെക്കുന്നത്. അപ്പൊ ഇവരൊക്കെയാണ് നമ്മളോട് വർക്ക് ചെയ്യുന്നത്. റംസാൻ, ഒരുപാട് കാലത്തിന് ശേഷമാണ് വാണി ചേച്ചി റൈഫിൾ ക്ലബിലേക്ക് എത്തുന്നതും. ആ സെറ്റ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും വന്നെങ്കിൽ പോലും ഒരു കംബാക്ക് കൊടുത്തൊരു സിനിമ റൈഫിൾ ക്ലബ് തന്നെയായിരുന്നു വാണി ചേച്ചിന്റെ. അപ്പം എങ്ങനെയായിരുന്നു പുള്ളിക്കാരി ആദ്യം റംസാന്റെ അടുത്ത് തിരിച്ചറിഞ്ഞു? പിന്നെ എനിക്ക് ഈ പറഞ്ഞ എല്ലാം സർപ്രൈസിങ് ആണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കവിടെ ക്യാരവാനോ പരിപാടി ഒന്നും ഇല്ല, 2 റൂംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് എല്ലാ ആർട്ടിസ്റ്റുകളും ഇരിക്കുക. അപ്പോൾ ഒരു ഉച്ചയ്ക്കാണ് ചേച്ചി വരുന്നത്, ഞാൻ പുറത്തിരിക്കുകയായിരുന്നു. ചേച്ചി കാറിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു, ഇപ്പം കയറി സംസാരിക്കണോ അതോ അവർക്കതൊരു ബുദ്ധിമുട്ടാവുമോ, പിന്നെ എന്നെ അറിയില്ലായിരിക്കും, എന്നെ അറിയോ എന്നുള്ള ഡൗട്ടിലൊക്കെ ഞാൻ ഇരിക്കുമ്പോഴാണ് എൻ്റെ പുറത്തുനിന്ന് തട്ടിയിട്ട് റംസാൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പൊ തന്നെ ആ ചേച്ചി ഹായ്. ഞാൻ അപ്പോഴേക്കും ഓക്കെ ആയി, കാരണം എനിക്ക് അങ്ങോട്ട് ചെന്ന് ഈ പറയുന്ന പോലെ അപ്രോച്ച് ചെയ്യാൻ ചെറിയൊരു ഇതുള്ള കാരണം അവർക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്, വേറെ ഒന്നുമല്ല. പക്ഷേ ചേച്ചി ഒന്ന് സംസാരിച്ചു. പിന്നെ ഈ പറഞ്ഞ 38 ദിവസമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ 1 മാസത്തിൽ കൂടുതൽ എല്ലാവരും രാവിലെ ഒരുമിച്ച് വണ്ടിയിൽ വരുന്നു, ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ആക്ട് ചെയ്യുന്നു, പിന്നെ തമാശ പറഞ്ഞിരിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, രാത്രി പോകുന്നു, പിന്നെയും വരുന്നു. ഈ റൊട്ടീൻ ഇങ്ങനെ ഒരു 38-40 ദിവസം നടന്നപ്പോൾ തന്നെ ഒരു 5 ദിവസം നടന്നപ്പോൾ തന്നെ എല്ലാവരും അങ്ങോട്ട് കൂടെ ഓക്കെ ആയി. പിന്നെ അവിടെ സംഭവിച്ചത് ഈ പറയുന്ന പോലെ റൈഫിൾ ക്ലബ് എന്ന സിനിമയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു റൂമിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ഡാൻസ് മൂവ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇവർ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ എല്ലാ ആൾക്കാരും ഈ 38 ദിവസം ആ ഇതിന്റെ ഉള്ളിൽ. അപ്പൊ അതെങ്ങനെയായിരുന്നു ഈ മറ്റേ നിങ്ങളുടെ ഒരു ഫസ്റ്റ് നൈറ്റിന് മുന്നേ ആയിട്ടുള്ള ഒരു അങ്ങനെയല്ല അതെ ആ ഒരു ഇല്ല, ആ സമയത്ത് ആർട്ടിസ്റ്റുകളാരും അവിടെ ഉണ്ടായിരുന്നില്ല, എല്ലാവരും പുറത്ത്. ഈ പറയുന്ന എല്ലാവരുടെയും ഷൂട്ടിങ്ങിന്റെ പരിപാടി എവിടെയാണോ അവരവിടെ ഇരിക്കുക, ബാക്കിയുള്ള സമയം പുറത്തിരിക്കുക. അപ്പൊ അന്ന് ഞാനും നവനിയും എൻ്റെ കൂടെ ചെയ്ത നവനിയും ആഷിക്കേട്ടനും സിനിമാറ്റോഗ്രാഫി ലൈറ്റിങ്ങിന്റെ പരിപാടി ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും ആഷിക്കേട്ടൻ ഞാനും ഒരു ഗിവ് ആൻഡ് ടേക്കിൽ ഇങ്ങനെ സംസാരിച്ച് ചെയ്തതാണ് ആ സീക്വൻസ് മൊത്തം. അപ്പം അതൊന്നും അവര് കണ്ടിട്ടില്ല. നമ്മള് ആരും അറിയാണ്ട് ചെയ്ത പെർഫോമൻസ് ആണ് അതൊക്കെ. പിന്നെ അതിന്റെ കൂടെ തന്നെ അതിന്റെ ബാക്കിയുള്ള പോർഷൻ ഉണ്ട്, ഇവരുടെ ഒരു പബ് സെറ്റപ്പ് ഉണ്ട് ആ റൂമിൽ. ഇവര് അവിടെയും ഈ പറയുന്ന പോലെ എവിടെയൊക്കെ ആഷിക്കേണ്ട കൂടെ നിന്ന് ഇങ്ങനെ അച്ചട ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചേട്ടൻ്റെ കൂടെ കുറച്ചു നേരം അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. നമ്മുടെ സീനിയേഴ്സിനെ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇവരിങ്ങനെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ റിയാക്ട് ചെയ്യും. അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരുടെ അടുത്തുനിന്നും കുറച്ച് നല്ല കൗണ്ടറുള്ള സിനിമയും കൂടിയായിരുന്നു. കുറെ കാലത്തിന് ശേഷം ഒരു ഭയങ്കര ഒരു സീരിയസ് അല്ല, ഒരു അടിപിടി ഒരു സാധനമാണെങ്കിൽ പോലും നമുക്ക് കൂടുതൽ ചിരിക്കാനും കൂടി ഉണ്ടായിരുന്നു ഒരുപാട്. എനിക്ക് പൊന്നമ്മ ചേച്ചിന്റെ കൗണ്ടറൊക്കെ ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞ് ഏറ്റവും നല്ല വെടിക്കരി ഇപ്പോഴും പറഞ്ഞ് ചിരിക്കാറുണ്ട്. അതൊക്കെ ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്, ഇവരുടെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഇറ്റ്സ് ഈസി ടു വർക്ക്. അല്ലാതെ പിന്നെ ഇപ്പൊ നമ്മൾ അവരുടെ ഇടയിലേക്ക് ഒന്നിക്കയറി നിൽക്കേണ്ട ആവശ്യമില്ല. എന്റെ ക്യാരക്ടറിന് എന്താണോ വേണ്ടത് ഡയറക്ടർക്ക് അറിയാം, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് അറിയാം. അവർ പറയുമ്പോൾ ഒന്ന് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അത് ഒന്നിക്കയറി എവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ സിനിമയിലാണെങ്കിൽ പോലും ഓഫീസറിൽ എനിക്ക് എന്താണ് പരിപാടി വേണ്ടത്, ഇപ്പൊ ചാക്കോച്ചിന്റെ കൂടെ ഉള്ള സീനിലാണെങ്കിലും ഞാൻ എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം ജിത്തു ചേട്ടനുള്ളത് കൊണ്ടാണ് എനിക്ക് അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക. അപ്പൊ ഇതും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഡാൻസ് ആണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്കറിയാം. കുറച്ചൊക്കെ നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഡാൻസ് ഓഡിയൻസ് കുറച്ചൊക്കെ അക്സെപ്റ്റ് ചെയ്തതാണ്.
ഇവിടെ ഞാൻ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ള ജഡ്ജ്മെന്റ് സൈഡിൽ ആ ഒരു സ്റ്റേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്, എനിക്കറിയാവുന്നത് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ട് റംസാൻ്റെ ഇതും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. ഇത്രയും കാലത്തൊരു ഗ്രോത്ത് ആൾക്കാർ കണ്ടു വന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഈ ഒരു പടം ഉറപ്പായിട്ട് അക്സെപ്റ്റ് ചെയ്യും. താങ്ക് യു. താങ്ക് യു.